കേരള നിയമസഭ ഒരു അവിശ്വാസ പ്രമേയത്തെ നേരിടുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുള്ള പ്രതീക്ഷ. ഗവൺമെൻറ്റിനെതിരായി പ്രതിപക്ഷത്തിന് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ഒരു ആയുധമെന്ന നിലയ്ക്ക് ജനാധിപത്യ പ്രക്രിയയിൽ അവിശ്വാസ പ്രമേയത്തിനുള്ള പ്രസക്തി വളരെ വലുതാണ്. നമുക്കറിയാം, ഇന്നത്തെ കക്ഷികളുടെ കക്ഷി നില വച്ചിട്ട് ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കുക സാധ്യമല്ല. പക്ഷേ കഴിഞ്ഞ നിയമസഭയിൽ ശ്രീ വി.ഡി. സതീശൻ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. അവിശ്വാസ പ്രമേയത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ കക്ഷി നേതാക്കൾക്കും സംസാരിക്കാനുള്ള അവസരം നിർബന്ധമായും നൽകേണ്ടതാണ്. സ്പീക്കർക്ക് കക്ഷി നേതാക്കളുടെ വാ അടപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഈ ഒരു പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കേരള നിയമസഭ ഉണ്ടായതിനു ശേഷം 1, 5, 10, 12, 13 എന്നീ നിയമസഭകളിൽ ഒഴികെ ബാക്കി എല്ലായ്പ്പോഴും എല്ലാ നിയമസഭയും അവിശ്വാസ പ്രമേയത്തെ നേരിട്ടതാണ്. അതിൽ രണ്ടാം നിയമസഭയിൽ 4 അവിശ്വാസ പ്രമേയങ്ങളും, മൂന്നാം നിയമസഭയിൽ 2 അവിശ്വാസ പ്രമേയങ്ങളും, 4-ാം നിയമസഭയിൽ 3 അവിശ്വാസ പ്രമേയങ്ങളും, 6-ാം നിയമസഭയിൽ 1 അവിശ്വാസ പ്രമേയവും, 7-ാം നിയമസഭയിൽ 3 അവിശ്വാസ പ്രമേയങ്ങളും, 8-ാം നിയമസഭയിൽ 2 അവിശ്വാസ പ്രമേയവും, 9-ഉം 11-ഉം 14-ഉം നിയമസഭകളിൽ ഓരോ അവിശ്വാസ പ്രമേയം അടക്കം ഇതുവരെ 18 വിശ്വാസ പ്രമേയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലുള്ളത് 1982 6-ാം നിയമസഭയിൽ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയമാണ്. ആ അവിശ്വാസ പ്രമേയമാണ് ആദ്യമായി സ്പീക്കർ കാസ്റ്റിംഗ് വോട്ട് ചെയ്യേണ്ടി വന്ന ഒരു വിശ്വാസ പ്രമേയം. അപ്പോൾ ഇപ്പോൾ ശബരിമല വിഷയമായാലും ശരി, മുഖ്യമന്ത്രി ഉൾപ്പെട്ട അഴിമതി വിഷയങ്ങളായാലും ശരി, മറ്റു ധാരാളം വിഷയങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് കൃത്യമായി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതിന് കാരണം സ്പീക്കറുടെ ഏകപക്ഷീയമായ നിലപാടുകളാണ്. ഇനി അവശേഷിക്കുന്ന 6 മാസങ്ങൾക്കിടയിൽ പ്രതിപക്ഷത്തിന് നിയമസഭയിൽ കൃത്യമായി പെർഫോം ചെയ്യണമെങ്കിൽ അവിശ്വാസ പ്രമേയം എന്ന ഒരൊറ്റ ടൂൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ അടുത്ത നിയമസഭയിൽ, പ്രത്യേകിച്ചും ബജറ്റ് സെഷൻ തുടങ്ങുമ്പോഴത്തേക്ക് കോൺഗ്രസ് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നു. ഇത് ഈ ഗവൺമെൻറ്റിനെ തള്ളിയിടുക എന്നുള്ളതല്ല അതിൻ്റെ ലക്ഷ്യം. ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളും തെറ്റുകളും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതും ഗവൺമെൻറ്റിനെതിരെ ഒരു ശക്തമായ കുറ്റപത്രം അവതരിപ്പിക്കുക എന്നുള്ളതുമാണ് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസ പ്രമേയത്തെ പറ്റിയുള്ള കൂടുതൽ വാർത്തകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.